എടുക്കുകയാണെങ്കിൽ that rigid body contains a large number of collection of particles. So ഇപ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്നിരിക്കും റിജിഡ് ബോഡിയുടെ കേസിൽ. അതേപോലെ ഇനിയിപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെയും കാണാം ദർ ബി എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇൻഫിനിറ്റ് നമ്പർ വരാം. ഇപ്പോൾ ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആക്ച്വലി ഇൻഫിനിറ്റിയാണ്. കാരണം ഓരോരോ സിംഗിൾ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളം ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആണത്. സോ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് വെരി സ്മോൾ, സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കംസ് ഇൻഫിനിറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന രീതിയിൽ നമ്മൾ ഫിസിക്സിൽ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഡീൽ വിത്ത് ദി മോഷൻ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പാർട്ടിക്കിളിൻ്റെയും മോഷൻ പോയി നമുക്ക് സ്റ്റഡി ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോസിബിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഇൻ ഫിസിക്സ്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്കൊരിക്കലും. ഓരോ പാർട്ടിക്കിളിൻ്റെയും മോഷൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല മിക്ക കേസിലും ദ സിസ്റ്റം ആസ് എ ഹോൾ ക്യാൻ ബി സ്റ്റഡീഡ്. ഇറ്റ് വിൽ ബി ഇനഫ് ടു ഡ്രോ സം കൺക്ലൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ളത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ സെൻറ്റർ ഓഫ് മാസിന്. ചിലതെല്ലാം നമ്മളിതിൽ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ക്യാൻ ബി സ്റ്റഡീഡ് ആസ് ബീയിങ് എ സിംഗിൾ പാർട്ടിക്കിൾ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ നമുക്കൊരു സിംഗിൾ പാർട്ടിക്കിളിനെ സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെ സ്റ്റഡി ചെയ്യാവുന്നതാണ്. അതിന് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാനിപ്പുലേഷൻ ഒന്ന് ഈസി ആക്കാൻ പറ്റുന്നുണ്ടാവും ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ആദ്യം ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ലെസണിൽ ചെയ്യാൻ പോകുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. ആൻഡ് അതിനുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ, പിന്നെ അതിൻ്റെ കൺസെപ്ച്വലായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നുണ്ടാവും സെൻറ്റർ ഓഫ് മാസ് എന്താണെന്നുള്ളത്. പിന്നെ ചില ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ആൾസോ എ ഫ്രെയിം ഓഫ് റെഫറൻസ് കാൾഡ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഗെയിൻ വളരെ ഈസി ആയിട്ടുള്ള പോർഷനാണ്, +1 കുറേയൊക്കെ വന്നിട്ടുള്ളതുമാണ്. സോ വി ഫസ്റ്റ് ഡിഫൈൻ വാട്ട് ഈസ് മീൻ ബൈ എ സെൻറ്റർ ഓഫ് മാസ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റെഗുലർ ഷേപ്പിലുള്ള ബോഡി ആണെങ്കിൽ ഒരു റോഡ് നിങ്ങളുടെ കയ്യിലൊരു യൂണിഫോം തിക്നെസ് ഉള്ള ഒരു റോഡ് ഉണ്ടെങ്കിൽ, ഒരു വടി ഉണ്ടെങ്കിൽ, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ തന്നെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. നിങ്ങളുടെ ഒരു വിരൽ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അതാണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത്. ഇനി ഇഫ് യു ഹാവ് എ യൂണിഫോം ഡിസ്ക്, ഇസ് എ യൂണിഫോം സർക്കുലാർ ഡിസ്ക്. ഒരു യൂണിഫോം സർക്കുലാർ ഡിസ്ക് ഉണ്ടെങ്കിൽ ആ സർക്കുലാർ ഡിസ്കിൻ്റെ സെൻറ്റർ ആയിരിക്കും അതിൻ്റെയും സെൻറ്റർ ഓഫ് മാസ്. ഒരു സ്ഫിയർ ഉണ്ടെങ്കിൽ, യൂണിഫോം ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫെറിക്കൽ ബോഡി ആണെങ്കിൽ, ഒരു സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റെഗുലർ ജോമെട്രിക് ഷേപ്പുള്ള ബോഡി ആണെങ്കിൽ അതിൻ്റെ എല്ലാം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ തന്നെ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ കൺസെപ്റ്റ്. സോ നമ്മൾ മാത്തമാറ്റിക്കലി അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. സോ ഫോർ ദ ടൈം ബീയിങ് വി വിൽ അസ്യൂം ദാറ്റ് ദർ ആർ n പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം and whose masses are m1, m2, m3, etc. mn. And each masses will have position vectors r1, r2, r3, etc. rn. So the center of mass of the system is the point. Center of mass എന്ന് പറയുമ്പോൾ അതൊരു പോയിന്റ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ആ പോയിന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ മതി. അത് തന്നെയാണ് എന്ത്, ഇറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സോ ഇറ്റ് ഈസ് ദ പോയിന്റ് ഹൂസ് പൊസിഷൻ വെക്ടർ r is given by the equation mr is equal to m1 r1 plus m2 r2 plus m3 r3 plus etc. mn rn, where capital M എന്നുള്ളത് m is the total mass of n particles, that is m equal to m1 plus m2 plus m3 etc. mn, that is sigma mn എന്ന് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാവുന്നത് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷനിൽ ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സോ പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഈ പൊസിഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ദ പാർട്ടിക്കിൾസ് എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് ദർ ആർ n പാർട്ടിക്കിൾസ് എന്നേ പറയുന്നുള്ളൂ. ദാറ്റ് പാർട്ടിക്കിൾസ്, ദ നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. പാർട്ടിക്കിൾ ആയാൽ മതി എന്നുള്ളൂ. ആ പാർട്ടിക്കിളിൽ നിന്നുണ്ടായിരിക്കും ഓരോ പൊസിഷൻ ഉണ്ടായിരിക്കും. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ r1, r2, r3 എക്സെട്ര എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവാം, അതല്ലെങ്കിൽ വേരിയിങ് ആവാം, ഓർ ദ പാർട്ടിക്കിൾസ് മേ ബി ഇൻറ്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ.
പാർട്ടിക്കിൾസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും, ഇൻറ്റേർണൽ ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ. അപ്പോൾ ആ സിസ്റ്റം എന്നുള്ളതിനെ പാർട്ടിക്കിളിനെ ഒന്നിച്ച് നമ്മളൊരു സിസ്റ്റമാക്കി എടുക്കുകയാണെങ്കിൽ എനി ഫോഴ്സ് എമംഗ് ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇൻറ്റേർണൽ ഫോഴ്സസ്. ആ പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സിന് നമുക്ക് ഇൻറ്റേർണൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ പാർട്ടിക്കിൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവാം, ഓർ ഇറ്റ് മേ ബി ഇൻഡിപെൻഡൻറ്റും ആവാം പാർട്ടിക്കിൾ എന്നുള്ളത്. ഇൻട്രാക്ഷൻ ഇല്ലാതാവാം, ഇൻട്രാക്ഷൻ ഉള്ള രീതിയിലാവാം. ഇപ്പോൾ ഒരു റിജിഡ് ബോഡി എടുക്കുകയാണെങ്കിൽ ആ റിജിഡ് ബോഡിയുടെ കേസിൽ നമുക്ക് കാണാം ഏത് രണ്ട് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കയ്യിലൊരു കല്ലുണ്ടെങ്കിൽ ആ കല്ല് എന്നുള്ളത് ഒരു റിജിഡ് ബോഡിയാണ്. അതിനെങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ടേൺ ചെയ്യാം, റോൾ ചെയ്യാം, ഇങ്ങനെ പല രീതിയിലും അതിന് മൂവ് ചെയ്യാം. അത് എങ്ങനെ മൂവ് ചെയ്താലും അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് ഈസ് എ കൺസ്ട്രെയിൻറ്റ് ഫോർ ദ റിജിഡ് ബോഡി. അപ്പോൾ ആ കൺസ്ട്രെയിൻറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്ട്രോങ്ലി ഇൻട്രാക്റ്റിംഗ് സിസ്റ്റം. അതിലുള്ള ഓരോ പാർട്ടിക്കിളും പരസ്പരം വളരെ നല്ലൊരു സ്ട്രോങ് ബോണ്ട് കൊണ്ട് റിലേറ്റഡാണ് അല്ലെങ്കിൽ കണക്റ്റഡാണ്. ആ ബോണ്ട് കാരണം അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ആ പൊസിഷനിൽ നിന്ന് ഇറ്റ് കനോട്ട് മൂവ് റിലേറ്റീവ് ടു അതർ പാർട്ടിക്കിൾസ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് വേറൊരു പാർട്ടിക്കിൾ അനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് റിലേറ്റീവ്ലി സ്പീക്കിംഗ് ദേ വിൽ ബി ഈച്ച് പാർട്ടിക്കിൾ വിൽ ബി അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു അതർ പാർട്ടിക്കിൾസ്. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ പറയാവുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പെയേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള റിജിഡ് ബോഡിയുടെ കേസിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് കാണാവുന്നത് പാർട്ടിക്കിൾസ് എന്നുള്ളത് ദേ ആർ സ്ട്രോങ്ലി ഇൻട്രാക്റ്റിംഗ്, വളരെ നല്ലൊരു ഫോഴ്സ് തമ്മിലുണ്ട്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് പല രീതിയിൽ വരാം. വളരെ ലൂസ് ഇൻട്രാക്ഷനുള്ള പാർട്ടിക്കിൾ വരാം, അതിന് അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും ഓരോ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഈ രീതിയിൽ ബോണ്ട് പോലെ ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ അതുപോലെ വരാം. ഏത് കേസാണെങ്കിലും ദിസ് ഡെഫിനിഷൻ ഈസ് വാലിഡ് ഫോർ ആൾ കേസസ്. ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഗിവൺ ബൈ m1 r1 plus m2 r2 plus etc plus mn rn divided by m1 plus m2 plus etc mn. Now ഇതിനെ നമുക്ക് സിഗ്മ വെച്ചിട്ട് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ക്യാപിറ്റൽ ആർ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാ ടെക്സ്റ്റിലും അങ്ങനെ നൊട്ടേഷൻ വരാം. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളതിനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. So that the position vector r of the center of mass is sigma mn rn divided by m, where capital M എന്ന് പറയുമ്പോൾ it is the total mass of the system, that is total mass of the individual particles. So the quantity sigma mn rn is the first moment of the mass of the system. Moment of mass എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഫിസിക്സിൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇൻറ്റു ദാറ്റ് ക്വാണ്ടിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം നിങ്ങൾക്കറിയാവുന്നത് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് കാൾഡ് ആർ ക്രോസ് പി എന്ന് പറയും. ഇറ്റ് ഈസ് കാൾഡ് ആംഗുലർ മൊമെൻറ്റം, ദാറ്റ് ഈസ് കാൾഡ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അതുപോലെ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണെന്നത് ആർ ക്രോസ് എഫ് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് കാൾഡ് ടോർക്ക് എന്ന് പറയും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കാൾഡ് ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് മാസ്. മൊമെൻറ്റ് ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ആർ ക്രോസ് എം പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും, കാരണം ഈ മാസ് എന്നുള്ളത് സ്കെലാർ ക്വാണ്ടിറ്റി, അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അവിടെ പറ്റുന്നുണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് കാൾഡ് ആർ ഇൻറ്റു എം, that is Rn into Mn. Sigma വരാൻ കാരണം there are a number of particles, so sigma Rn Mn, it is called the first moment of the system. Then this is the center of mass. Equation number 1 എന്നുള്ളത് it is the definition of the position of center of mass. So what is meant by center of mass of a system of particles എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. അതിൻ്റെ ഫിസിക്കൽ ഡെഫിനിഷൻ നമ്മൾ ലാസ്റ്റ് എത്തുന്നുണ്ടാവും. വാട്ട് ഈസ് ഫിസിക്കലി സെൻറ്റർ ഓഫ് മാസ് എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി ദ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. നൗ ദ ക്വാണ്ടിറ്റി നമ്മൾ ഇനി ആർ എന്ന് പറയുന്ന ഈ വെക്ടർ ഇപ്പോൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് പൊസിഷൻ വെക്ടറിനെയും 3 കമ്പണൻ്റ് ഉണ്ടായിരിക്കും. എക്സ് വൈ ഇസഡ് കമ്പണൻ്റ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം പൊസിഷൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ആർ എന്നുള്ള പൊസിഷൻ വെക്ടർ ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് മെഷേർഡ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ആ പൊസിഷൻ വെക്ടർ ആർ എന്നുള്ളത് സ്പേസിലൊരു വെക്ടറാണ്. അതിന് 3 കമ്പണൻ്റ് ഉണ്ടായിരിക്കും. എക്സ് കമ്പണൻ്റ് ഉണ്ടാവും, വൈ കമ്പണൻ്റ് ഉണ്ടാവും, ഇസഡ് കമ്പണൻ്റ് ഉണ്ടാവും. So if x, y, z are the coordinates of the center of mass, a center of mass എന്നുള്ള ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എക്സ്, ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ സെഡ് ആണെങ്കിൽ നമുക്ക് ആറിന് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ്
zk എന്ന് എഴുതാം. r is equal to xi plus yj plus zk. therefore നമുക്ക് x എന്നുള്ള കോർഡിനേറ്റിനെ ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1ൽ നിങ്ങൾ r is equal to xi plus yj plus zk കൊടുക്കുകയാണെങ്കിൽ ആൻഡ് rn is equal to rn എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എനി പാർട്ടിക്കിൾ n സ്മോൾ rn എന്നുള്ളത്. അപ്പോൾ അതിനെ xn yn zn എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. സോ ദാറ്റ് x1 എന്നുള്ളത് ഇറ്റ് ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ, x2 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ, x3 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ തേർഡ് പാർട്ടിക്കിൾ എക്സെട്ര. ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ 1നെ 3 ഇക്വേഷനാക്കി മാറ്റാം. എക്സ് വൈ ഇസെറ്റ് ഇങ്ങനെ 3 കമ്പനൻറ്റിന് 3 ഇക്വേഷൻ വരും. So that 3 equations can be represented as x is equal to, that is the position of center of mass, the x coordinate of the center of mass എന്ന് പറയാം, capital X. It is equal to m1 x1. m1 എന്നുള്ളത് it is the mass of the first particle and x1 is the position of the x coordinate of the first particle plus m2 x2 plus etc mn xn divided by capital M. So that can be written as x is equal to sigma mn xn by m. So that is the x coordinate എന്നുള്ളത്. ഇതുപോലെ നമുക്ക് y coordinate എഴുതാണെങ്കിൽ the y coordinate of the particle is sigma mn yn by m, where mn എന്നുള്ളത് it is the mass of the nth particle and yn എന്നുള്ളത് it is the y coordinate of that particle. Similarly also z coordinate. അപ്പോൾ ഇങ്ങനെ എക്സ് വൈ സെറ്റ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിക്കമ്പോസ് ചെയ്ത് എഴുതാം ആർ എന്നുള്ള ഇക്വേഷൻ 1നെ. അപ്പോൾ ഇക്വേഷൻ 1 തന്നെയാണ് ഈ 3 ഇക്വേഷനും, അതിൻ്റെ 3 കമ്പനൻ്റ് ആക്കി എഴുതിയെന്നുള്ളൂ. ഇനി അപ്പോൾ സോ ഈ ഡിസ്കഷനിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് m1 m2 m3 എക്സെട്ര സച്ച് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടിക്കിളിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. m1 എന്നുള്ളത് ഒരു സിംഗിൾ പാർട്ടിക്കിളാണ്, m2 എന്നുള്ളത് ഇറ്റ് ഈസ് അനദർ പാർട്ടിക്കിൾ, m3 എന്നുള്ളത് വേറൊരു പാർട്ടിക്കിൾ. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളാണത്. അപ്പോൾ ഓരോ പാർട്ടിക്കിളും ഇൻഡിവിജ്വലാണ്, നമുക്കത് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നോർമൽ കേസിൽ അങ്ങനെ ആവണമെന്നില്ല നമ്മുടെ സിസ്റ്റം. ഇപ്പോൾ ഒരു റിജിഡ് ബോഡി എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഡിസ്ക്രീറ്റ് അല്ല, അതിൽ പാർട്ടിക്കിൾസ് എന്നുള്ളത് ദേ ആർ ക്ലോസ്ലി പാക്ഡ്. അപ്പോൾ എത്ര പാർട്ടികളുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ m1 m2 m3 എന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിക്കിളുടെ മാസ് പറയാമെന്നുള്ളത് ഇറ്റ് ഈസ് ആൾസോ ഡിഫിക്കൽട്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ എടുക്കാറുള്ളത് വി വിൽ കൺസിഡർ ചെയ്യാൻ എലമെൻ്ററി വോളിയം ഇസ് എ ഡി വി. ആ എലമെൻ്ററി വോളിയത്തിൻ്റെ എലമെൻ്ററി മാസ് ഒരു എലമെൻ്ററി മാസ് ഇസ് എ ഡി എം എന്നുള്ള മാസ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ എലമെൻ്ററി മാസ് ഡി എം എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, വി വിൽ ഫൈൻഡ് ആർ ഇൻറ്റു ഡി എം, ദാറ്റ് ഈസ് ആ മാസിലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് ദാറ്റ് ഈസ് കാൾഡ് പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് മാസ്, ദാറ്റ് ഈസ് കാൾഡ് ആർ, സ്മോൾ ആർ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആർ ഡി എം എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഓരോ ഡി എം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സം ചെയ്യണം. ആർ ഡി എം പ്ലസ് ആർ ഡി എം, ഇവിടെ നിങ്ങൾ m1 r1 പ്ലസ് m2 r2 എന്ന് പറയുന്ന പോലെ അവിടെ m1 എന്നുള്ളതിന് പകരം ഡി എം എന്ന് പറയും, r1 r2 എന്നുള്ളതിന് പകരം ഞാൻ r എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഡി എം എന്നുള്ള ഒന്നാമത്തെ എലമെൻ്ററി ലെങ്ത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. then we will consider another dm and the distance will be another r. so dmr 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 ഓരോ ആറും വ്യത്യസ്തമായിരിക്കും. ഇത് ആഡ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. ആക്ച്വലി സമ്മേഷൻ എന്നുള്ളതിൻ്റെ സമ്മേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ അഡീഷൻ ഓവർ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ്. ഇൻ്റഗ്രേഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് ദ അഡീഷൻ ഓവർ കണ്ടിന്യൂസ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇവിടെ റിജിഡ് ബോഡി പോലുള്ള ഒരു ക്ലോസ്ലി പാക്ക്ഡ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ, റിജിഡ് ബോഡി ഈസ് എ സിസ്റ്റം ഓഫ് ക്ലോസ്ലി പാക്ക്ഡ് പാർട്ടിക്കിൾസ് എന്നാണ് അവിടെ ആർട്ടിക്കിൾസ് എന്നായി മാറിയതിൻ്റെ ഒരു പി വിട്ടുപോയതാണ്. സോ ഇറ്റ് ഈസ് പാർട്ടിക്കിൾസ് ഹാവിങ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. So the center of mass of such a body is obtained by replacing the summation by integration. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ x is equal to sigma mn xn by m എന്നായിരുന്നു. അതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, it can be written as integral x dm by m, that is equal to 1 by m into integral x dm, where dm എന്ന് പറയുമ്പോൾ it is an elementary mass whose x coordinate is small x. അപ്പോൾ എക്സ് ഡി എം എന്നുള്ളത് അതിൻ്റെ ആ എലമെൻ്ററി മാസിൻ്റെ മൊമെൻ്റ് വരും. അങ്ങനെ എല്ലാ മൊമെൻറ്റും ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് കാൾഡ് ഇൻ്റഗ്രേഷൻ. സോ 1 by m into x dm. സിമിലർലി y is equal to 1 by y m into y dm and z is equal to 1 by m into z dm. So this is the center of mass for the what is called continuous
collection, or it is called a closely packed collection of particles. ഒരു എക്സാമ്പിൾ റിജിഡ് ബോഡി തന്നെയാണ് അതിൻ്റെ ഐഡിയൽ എക്സാമ്പിൾ. അപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് സമ്മേഷൻ വെക്കാം, കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷൻ വെക്കാം. ഏതായാലും ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളതാണ് ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇനി ഫോർ ബോഡീസ് ഓഫ് റെഗുലർ ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു യൂണിഫോം തിക്നെസ് ഉള്ള റോഡ്, അതല്ലെങ്കിൽ ഒരു യൂണിഫോം തിക്നെസ് ഉള്ള വാട്ട് ഈസ് കാൾഡ് നിങ്ങളുടെ ഒരു സർക്കുലാർ ഡിസ്ക് ഓർ റെഗുലർ ഷേപ്പിലുള്ള ഏത് ബോഡിയും സിമെട്രിക് ആയിട്ടുള്ള ഏത് ബോഡി നോക്കുകയാണെങ്കിലും ദ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ദ ജോമെട്രിക് സെൻറ്റർ ഓഫ് ദാറ്റ് ബോഡി. അല്ലെങ്കിൽ പറയാം ഇറ്റ് വിൽ ബി ദ പോയിന്റ് ഓഫ് സിമെട്രി. എന്ന് പറയുമ്പോൾ ദ പോയിന്റ് വിത്ത് വിച്ച് ദ ബോഡി ഈസ് സിമെട്രിക്. ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ സെൻറ്റർ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് അതിൻ്റെ പോയിന്റ് ഓഫ് സിമെട്രി തന്നെ ആയിരിക്കും. അതല്ല റെഗുലർ ഷേപ്പ് ഇല്ലാത്ത ബോഡി ആണെങ്കിൽ വി വിൽ ഹാവ് ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് മാസ് ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഓർ ഡയറക്റ്റ് സമ്മേഷൻ. നിങ്ങൾ ഇൻഡിവിജ്വൽ മാസ് ആണെങ്കിൽ സമ്മേഷൻ കൊടുക്കണം, അതല്ല കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ കൊടുക്കണം. സോ you can find anyway, we can find the center of mass of any distribution mathematically by using either summation or by using integration. Then motion of, അപ്പോൾ ഇത്രയുമാണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. വേർ ഈസ് ദ സെൻറ്റർ ഓഫ് മാസ് ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സിസ്റ്റം ഓഫ് സം പാർട്ടിക്കിൾസ്. നൗ നെക്സ്റ്റ് ഈസ് ദ മോഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. ഇനി സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ക്യാൻ ബി സ്റ്റഡീഡ് വെരി ഈസിലി വെൻ വി ആർ dealing with the center of mass, because the center of mass it needs only to study the center of mass. അപ്പോൾ ആ പാർട്ടിക്കിളുടെ സിസ്റ്റത്തിൻ്റെ മൊത്തം ടോട്ടൽ മോഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ അറിഞ്ഞാൽ മതിയാവും പല കേസിലും. അപ്പോൾ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. സോ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1 എന്നുള്ളത് ഇറ്റ് ഈസ് ആർ, ദാറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ dr/dt എന്നുള്ളത് ഇറ്റ് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, ബിക്കോസ് ആർ എന്നുള്ളത് പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ്. പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് വെലോസിറ്റി. സോ dr/dt ഈസ് ഈക്വൽ ടു m1, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് മാസ് എന്നുള്ളത്. സോ m1 r1 എന്നുള്ളത് dr1/dt പ്ലസ് m2 dr2/dt പ്ലസ് എക്സെട്ര mn drn/dt by m. Now here dr1/dt എന്നുള്ളത് dr1/dt small r1 എന്നുള്ളത് it is the velocity of the first particle, dr2/dt is the velocity of the second particle, and etc. ഇതിനെ നമ്മൾ v1 v2 v3 എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ we can have the center of mass എന്നുള്ളത് അതിൻ്റെ വെലോസിറ്റി, the velocity of the center of mass can be written as and dr/dt എന്നുള്ളത് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസിനെ ഞാൻ ക്യാപിറ്റൽ വി കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ the velocity can be written as capital V is equal to sigma mn vn divided by m. That is equation 2, and this equation gives the velocity of the center of mass. This is similar to equation number 1, and this equation gives the velocity of the center of mass. Equation number 1 il capital R is equal to mn rn by m എന്നായിരുന്നു. equation 2 is capital V is equal to sigma mn vn by m. equation 1 gives the position of center of mass, equation 2 gives the velocity of the center of mass. And from equation 2 we can have mv is equal to ഈ m എന്നുള്ള ഇവിടെ എടുക്കുമ്പോൾ multiplication ആവും. so mv is equal to capital P, because m is the total mass of the system and v is the velocity of the center of mass. It is equal to, from equation 2 it is equal to sigma mn vn. mn vn എന്നുള്ളത് it is the linear momentum of nth particle. say m1 v1 എന്ന് പറയുമ്പോൾ it is the momentum of the first particle plus m2 v2 എന്നുള്ളത് momentum of the second particle. so sigma mn vn എന്നുള്ളത് it is the total momentum of the system of particles. This is the total linear momentum of the system of particles. So it can be represented by capital P. Total linear momentum നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കാണിച്ചിരുന്ന ക്യാപിറ്റൽ പി എന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ ക്യാപിറ്റൽ പി, ദാറ്റ് ഈസ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ സമ്മിങ് ഓവർ ആൾ ഇൻഡിവിജ്വൽ ലീനിയർ മൊമെൻറ്റ, or it can be obtained by multiplying the total mass with the velocity of the center of mass.
അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പി ഈസ് ഈക്വൽ സിഗ്മ എം എൻ വി എൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. അത് പി ഈസ് ഈക്വൽ ടു എം വി എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു ദ ഇക്വേഷൻ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ബട്ട് വിത്ത് ദി മാസ് എം ആൻഡ് വെലോസിറ്റി വി. ദാറ്റ് ഈസ് മാസ് എം എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് വി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. സോ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഈ മൊമെൻറ്റം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വി നീഡ് നോട്ട് ടേക്ക് ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്, വി ക്യാൻ ടേക്ക് ഓൺലി ദ മോഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി മാത്രം കിട്ടിയാൽ മതി. ദാറ്റ് വെലോസിറ്റിൻ്റെ ടോട്ടൽ മാസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം. So the system and is equal to the product of total mass and velocity of the center of mass. In the absence of external forces, the total linear momentum remains constant, and that we have discussed in the last class. So mv will be a constant in the absence of external forces, or v is a constant. So this is an important result, that is, in the absence of external forces, the center of mass of a system moves with a constant velocity. Moves with a constant velocity means it may be at rest also. V is equal to constant എന്ന് പറയുമ്പോൾ v equal to 0 എന്നുള്ളതും ഇൻക്ലൂഡഡ് ആണ് അതിൽ. So that is an important result. In the absence, that is, if the system is not acted by an external force, the center of mass of that system will be moving with a uniform velocity, with a constant velocity. That will be an important factor when discussing the center of mass frame of reference, because നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ അറിയാവുന്നതാണ് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യം വരുന്നുണ്ടാവും. സോ അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കാം. സെൻറ്റർ ഓഫ് മാസിൽ ആ സിസ്റ്റത്തിൽ ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം, ദ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ഹാവിങ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. സോ അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള നമുക്കിപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇവിടെ പറയുന്നത്. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ഇറ്റ് ഡീക്കേസ് ഇൻ ടു സേ ഇപ്പോൾ നിങ്ങൾ യുറാനിയം എടുക്കുകയാണെങ്കിൽ യുറാനിയം 238 എന്നുള്ളത് ഇറ്റ് ബിക്കംസ് തോറിയം 234 പ്ലസ് ആൽഫ പാർട്ടിക്കിൾ. So uranium 238 എന്നുള്ളത് it emits an alpha particle and that uranium becomes thorium. അപ്പോൾ നിങ്ങൾ യുറാനിയം എന്നുള്ളതിന് പാരന്റ് ന്യൂക്ലിയസ് എന്നുള്ളതും തോറിയത്തിന് ഡോട്ടർ ന്യൂക്ലിയസ് എന്നും പറയുന്നുണ്ടാവും. സപ്പോസ് യുറാനിയം ഈസ് അറ്റ് റെസ്റ്റ്, യുറാനിയം റെസ്റ്റിലാണ് നിൽക്കുക ഇനീഷ്യലി. അപ്പോൾ വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് യുറാനിയം? ഇറ്റ് ഈസ് ഓൾസോ അറ്റ് റെസ്റ്റ് ബിക്കോസ് ദർ ഈസ് ഓൺലി വൺ പാർട്ടിക്കിൾ ആൻഡ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. യുറാനിയം മാത്രമേ ഉള്ളൂ, അത് റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഈ റെസ്റ്റിലുള്ള യുറാനിയം എന്നുള്ളത് സപ്പോസ് ഇറ്റ് എമിറ്റ്സ് ആൽഫ പാർട്ടിക്കിൾ. ഇഫ് ഇറ്റ് എമിറ്റ്സ് ആൽഫ പാർട്ടിക്കിൾ ഇൻ വൺ ഡയറക്ഷൻ, ദെൻ ദ റിസൾട്ടിങ് തോറിയം ന്യൂക്ലിയസ്, യുറാനിയം എന്നുള്ളത് തോറിയമായി മാറുന്നുണ്ടാവും. ആ തോറിയം എന്നുള്ളതാണ് അതിൻ്റെ ഡോട്ടർ ന്യൂക്ലിയസ്. തോറിയം എന്നുള്ളത് ഇറ്റ് വിൽ ബി ഗോയിങ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ആൽഫ എങ്ങോട്ടാണോ പോയത് അതിൻ്റെ ഓപ്പോസിറ്റ് തോറിയം പാസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദിസ് ആൽഫ ആൻഡ് തോറിയം together their center of mass remains at rest. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇപ്പോഴും എന്തിനായിരിക്കും? റെസ്റ്റിലായിരിക്കും. ബിക്കോസ് റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ്. റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഈസ് ആൻ ഇൻഹറൻറ്റ് പ്രോസസ് ഒക്കേർഡ് ഇൻ യുറാനിയം ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫോഴ്സസ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടല്ല റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത്. അത് ആ യുറാനിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻറ്റേർണൽ പ്രോസസ്സാണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിക്ക് പിന്നിലുള്ള ഏത് ഫോഴ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ ഫോഴ്സ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ യുറാനിയം എന്നുള്ളത് ഇനീഷ്യലി അറ്റ് റെസ്റ്റിലാണ്. ആൻഡ് ആഫ്റ്റർ ദി ഡിസിൻറ്റഗ്രേഷൻ യുറാനിയം ബിക്കംസ് എ തോറിയം ആൻഡ് ആൽഫ. അപ്പോൾ യുറാനിയം ഇല്ല പിന്നെ ഇവിടെ ഉള്ളത് ആൽഫയും തോറിയം ഉള്ളത്. ആൻഡ് ആൽഫ ആൻഡ് തോറിയം ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് in order to obey the law of conservation of linear momentum, but they will have equal linear momentum but in opposite direction, so that their center of mass is again at rest at the initial position of uranium. യുറാനിയത്തിൻ്റെ അതേ പൊസിഷനിൽ റെസ്റ്റിലായിരിക്കും. അപ്പോൾ അത് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ സപ്പോസ് ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദി എയർ ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. അപ്പോൾ ഒരു പ്രൊജക്റ്റൈലാക്കി നമുക്ക് അതിനെടുക്കാം. അപ്പോൾ ആ എക്സ്പ്ലോസീവ് എന്നുള്ളത് പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലിപ്പോൾ ഒരു മെഷീനൊന്നും ഇല്ല വിചാരിക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യുറാനിയം ന്യൂക്ലിയസ് തന്നെ നമ്മൾ യുറാനിയം ന്യൂക്ലിയസ് എടുത്ത് മുകളിലേക്ക് കയറിയാണ്. അപ്പോൾ ആ ന്യൂക്ലിയസ് പാസ് ചെയ്യുന്ന പാത്ത് എന്നുള്ളത് പാരാബോളിക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പാരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതിന് എക്സ്പ്ലോഷൻ നടക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പ്ലോഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ്. അത് പല ഫ്രാഗ്മെൻ്റായിട്ട് എക്സ്പ്ലോഡ് ചെയ്തു. അപ്പോൾ എക്സ്പ്ലോഷൻ എന്നുള്ളതും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ആൾസോ ആൻ ഇൻറ്റേർണൽ പ്രോസസ്.
ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽ എക്സ്പ്ലോഡ് ചെയ്യുന്നതാണ് മീനിങ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സാണത്. അത് പുറമേ നിന്ന് വരുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഇൻറ്റേർണൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അവിടെയും സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ഇറ്റ് വിൽ ബി കീപ്പിംഗ് ദ സെയിം ട്രാക്ക് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽ ഒരു പാരാബോളിക് പാത്തിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് അത് എക്സ്പ്ലോഡ് ചെയ്തത്. എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് വിൽ ബി മൂവിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്, ബട്ട് the center of mass of these different fragments will move along the same original parabolic path. ആദ്യം വന്നിരുന്ന പാരാബോളിക് പാത്തിൽ തന്നെ എന്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ ദി സെൻറ്റർ ഓഫ് മാസ്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് വി ക്യാൻ ഹാവ് ദിസ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ഇറ്റ് ആക്ട്സ് ആസ് ബീയിങ് എ സിംഗിൾ പാർട്ടിക്കിൾ വിത്ത് ദ മാസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. സെൻറ്റർ ഓഫ് മാസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ആക്ട്സ്, അത് ഏതുപോലെ ആക്ട് ചെയ്യും? ഒരു സിംഗിൾ പാർട്ടിക്കിൾ പോലെ ആക്ട് ചെയ്യും വിത്ത് ദ മാസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. ആ പാർട്ടിക്കിളിൻ്റെ മാസ് എന്നുള്ളത് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആവുന്ന രീതിയിൽ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 3 equation number 3 gives the total angle linear momentum of the system in terms of the individual momenta or in terms of the momentum of the center of mass. Now differentiating equation 2 again. Equation 2 എന്നുള്ളത് നിങ്ങൾക്കറിയാം, equation 2 എന്നുള്ളത് it is the velocity of the center of mass. അതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ you will get the acceleration. When we are differentiating equation, we get dp by dt is equal to, actually we are differentiating equation 2 എന്നുള്ളതിന് ഇവിടെ equation 3 ആണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. dp by dt is equal to m into dv by dt because p is equal to mv, where this v എന്നുള്ളത്, this is capital V, it is the velocity of the center of mass, that is equal to sigma mn into dvn by dt. That is from equation 3. കാണാം sigma mn into vn എന്നുള്ളതിന് sigma mn into dvn by dt. That is dp by dt. dp by dt എന്ന് പറയുമ്പോൾ the rate of change of linear momentum of the center of mass or the rate of change of linear momentum of the total system. It is equal to sigma mn into dvn by dt എന്ന് പറയുമ്പോൾ it is the rate of change of velocity of the nth particle. It will be equal to acceleration of the nth particle, an എന്ന് വിളിക്കാം, sigma mn an. What is mn an? mn എന്ന് പറയുമ്പോൾ it is the mass of the nth particle and an is the acceleration of the nth particle. So mn an is the force acting on the nth particle, that can be represented as fn. So dp by dt is equal to sigma fn എന്ന് വിളിക്കാം, where fn is the force acting on any particle n of the system. Any particle എന്ന് പറയുമ്പോൾ n എന്നുള്ളത് f1 f2 f3 etc fn വരെ പോവാം. And this particle, so sigma fn എന്ന് പറയുമ്പോൾ it is f1 plus f2 plus f3 etc. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത സമ്മേഷൻ ആണത്. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടത് ഇത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്നുള്ളത് ഇറ്റ് വിൽ ബി ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ f1 എന്നുള്ളതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ബട്ട് ഇഫ് യു മേക്ക് ദ സമ്മേഷൻ, ദ ടോട്ടൽ ഫോഴ്സ് f1 plus f2 plus f3 etc. എന്നുള്ളതിൽ the internal forces cancel each other because by the Newton's third law of motion they occur in pairs. So the internal forces cancel each other and after the summation only external forces contribute to the summation. അപ്പോൾ സമ്മേഷനിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ വരുള്ളൂ. സോ ഹിയർ ആൾസോ വി ക്യാൻ സീ ദാറ്റ് സിഗ്മ fn എന്നുള്ള ഈ റിസൾട്ടിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? ഇറ്റ് വിൽ ബി ഓൺലി ദ total external force acting on the system. So we can take that equation, is f external is equal to dp by dt എന്ന് പറയാം, because external force മാത്രമേ actually dp by dt is equal to sigma fn എന്നാണ് നിങ്ങൾ എഴുതിയത്. and sigma fn എന്നുള്ളതിൽ ഇത് internal forces cancel, so there will be only external forces. So f external is equal to dp by dt, or that is equal to m into dv by dt, where capital V ennulla it is the velocity of the center of mass, so that is equal to dv by dt ennulla it is the acceleration of the center of mass acm. acceleration capital letter a ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് അനുസരിച്ചുള്ള നൊട്ടേഷനിൽ ഞാൻ അതങ്ങനെ തന്നെ പോയതാണ്. ചില ടെക്സ്റ്റിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷന് ക്യാപിറ്റൽ എ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അത് റെപ്രസെൻറ്റ് ചെയ്താൽ മതി എന്നുള്ളൂ എന്താണെന്നുള്ളത്. സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം എ സി എം എന്ന് പറയാം, വെർ എം ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് എ സി എം ഈസ് ദ സി എം എന്നുള്ള സഫിക്സ് ആണ്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്.
സോ ഈ ഇക്വേഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് സിമിലർ ടു എഫ് ഈസ് ഇക്വൽ ടു എം എ. എഫ് ഈസ് ഇക്വൽ ടു എം എന്നുള്ള അതേ ഇക്വേഷൻ പോലെ തന്നെയാണ് ഇത് വരുന്നത്. എഫിന് പകരമുള്ളത് ഇറ്റ് ഈസ് ദ എഫ് എക്സ്റ്റേണൽ, എം എന്നുള്ളതിന് പകരം ഇറ്റ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം, എക്ക് പകരമുള്ളത് ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സോ ദ ആക്സിലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സസ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. The center of mass of a system can be accelerated only if external force is acting on the system. But remember, individual particles of the system may be accelerating because of the mutual interaction. മ്യൂച്വൽ ഇൻട്രാക്ഷൻ കാരണം ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് ആവാം. ബട്ട് സെൻറ്റർ ഓഫ് മാസ് ആക്സിലറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്സ്റ്റേണൽ ഫോഴ്സ് നിർബന്ധമാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സെൻറ്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ കിട്ടുന്നുണ്ടാവുള്ളൂ. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം മൂവ്സ് ആൻഡ് ഓൾസോ ഫ്രം ദിസ് ഇക്വേഷൻ വി സീ ദാറ്റ് ദ ഇക്വേഷൻ ഈസ് സിമിലർ ടു ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ with mass m, acceleration acm and force f external. So the center of mass എന്നുള്ളതിനെ ഫിസിക്കലി നമുക്ക് കാണാവുന്നത് if a system of particles moves as if it were a particle of mass equal to the total mass of the system subjected to the external forces applied to the system. So it can be assumed to be a particle. It can be assumed to be a single particle with mass equal to total mass of the system and force with a force applied ഈക്വൽ ടു ദ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? വി ഹാവ് ടു ഡീൽ ഓൺലി വിത്ത് ദ എക്സ്റ്റേണൽ ഫോഴ്സസ്. ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഇൻ മെനി പ്രോബ്ലംസ് ഇറ്റ് വിൽ ബി വെരി ഈസി. നെക്സ്റ്റ് വൺ ഈസ് ദ നിങ്ങളുടെ സിലബസിൽ ഇതാണ് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് പറയണമെങ്കിൽ ആദ്യം സെൻറ്റർ ഓഫ് മാസ് പറയണം. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു എ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓർ എ സിസ്റ്റം ഓർ എനിത്തിങ്. ദാറ്റ് ഈസ് കാൾഡ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. അത് പല രീതിയിൽ ഇനേർഷ്യൽ, നോൺ ഇനേർഷ്യലിൽ തന്നെ റൊട്ടേറ്റിംഗ് ഫ്രെയിം, അല്ലെങ്കിൽ ലീനിയർലി ആക്സിലറേറ്റഡ് ഫ്രെയിം, അതിൽ സൂഡോ ഫോഴ്സ്, അതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ന്യൂട്ടൺസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഈസ് വാലിഡ് എന്നുള്ള പറയുന്ന കൺസെപ്റ്റ്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫ്രെയിം അറ്റാച്ച്ഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫ്രെയിമിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത്? ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫ്രെയിം ഈസ് മൂവിങ് അലോങ് വിത്ത് ദ സെൻറ്റർ ഓഫ് മാസ്. അതായത് നിങ്ങൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് സിസ്റ്റത്തിന് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഒബ്സർവിങ് ദ സിസ്റ്റം ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. Or we can say that we are moving along with the system, along with the center of mass of the system. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ കൂടെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ദാറ്റ് ഫ്രെയിം what will be the velocity of the center of mass? It will be 0 because we are inside the center of mass. ഇപ്പോൾ നിങ്ങൾ ഒരു ബസ്സാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എങ്കിൽ ആ ബസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് ബസ് വിത്ത് റെസ്പെക്ട് ടു യുവർ ഫ്രെയിം ഓഫ് റെഫറൻസ്? ഇറ്റ് വിൽ ബി 0 ബിക്കോസ് ബസ് തന്നെയാണ് നിങ്ങളുടെ ഫ്രെയിം, നിങ്ങൾ നിൽക്കുന്ന ബസ്സിൽ തന്നെയാണ്. അതിനനുസരിച്ച് ഒരു ഫ്രെയിമിനനുസരിച്ച് ആ ഫ്രെയിമിൻ്റെ സ്പീഡ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. സിമിലർലി ഹിയർ ആൾസോ when you are observing a system of particles from its center of mass, then the velocity of the center of mass in that frame of reference called as the center of mass frame of reference or C frame of reference എന്ന് പറയാം. In the C frame of reference, the velocity of the center of mass will be 0. That is capital V is equal to 0. Capital V 0 ആണെങ്കിൽ from equation 3, the total linear momentum of the system will be 0. That is, the total linear momentum of the system will be 0. It will be always 0 in the center of mass frame of reference. So this frame is also called a zero momentum frame of reference. Short answer വരാൻ സാധ്യതയുള്ളതാണ്. What is mean by why the center of mass frame of reference called a zero momentum frame of reference? It is because the velocity of the center of mass as measured in the C frame of reference will be equal to 0. So the total linear momentum of the system of particles with respect to the center of mass frame will be 0. So it is called a C frame, zero momentum frame of reference. Now what is the advantage of the center of mass frame എന്നുള്ളത്? In many problems it is very convenient to deal the problem in the center of mass frame.
ആക്ച്വലി ദർ ആർ ടു ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. നമ്മൾ പുറമേ നോക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ലാബ് എന്ന് പറയാം. ദാറ്റ് ഈസ് കാൾഡ് ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ്. ആൻഡ് നിങ്ങൾ ആ എക്സ്പെരിമെൻ്റിൻ്റെ ഉള്ളിലുള്ള സെൻറ്റർ ഓഫ് മാസ് എന്നാണ് എക്സ്പെരിമെൻ്റ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഫ്രെയിം ഈസ് കാൾഡ് സി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ദർ ഈസ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ വീൽ, റൊട്ടേറ്റിംഗ് വീൽ. ഒരു കാർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ വീലിൻ്റെ സർഫസിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പെരിഫറലായിട്ട് വരുന്ന ഒരു പാർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്നുള്ള ഇറ്റ് വിൽ ബി എ സൈക്ലോയിഡ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ സൈക്ലോയിഡ് എന്നുള്ള ഒരു കോംപ്ലക്സ് പാത്ത് വരാം. ആൻഡ് that will be cycloid when you are observing the particle from the earth അല്ലെങ്കിൽ ഫ്രം ദ ലാബ് എന്ന് പറയാം. എർത്തിലാണ് ലാബ് ഉണ്ടാവുക. അപ്പോൾ ലാബ് ഫ്രെയിമിൽ പാർട്ടിക്കിളിൻ്റെ പാത്ത് സൈക്ലോയിഡ് ആണ്. അത് വളരെ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. നൗ ഇഫ് ദ സെയിം പാർട്ടിക്കിൾ ഈസ് ഒബ്സർവ്ഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ വീൽ, ആ വീലിൻ്റെ സെൻറ്റർ എന്നാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ വീൽ? ഒരു വീല് സർക്കുലർ ഷേപ്പാണ്. ആ വീലിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നാണ് ആ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്തെങ്കിൽ യു വിൽ സീ ദാറ്റ് ദ പെരിഫറി ഓഫ് ദ വീൽ വിൽ ബി എക്സിക്യൂട്ടിങ് എ സർക്കുലർ മോഷൻ. അപ്പോൾ ആ പാർട്ടിക്കിൾ ഒരു സർക്കുലർ മോഷനിലാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. സോ ദാറ്റ് മോഷൻ ബിക്കംസ് വെരി ഈസി. അപ്പോൾ നിങ്ങൾ സെൻറ്റർ ഓഫ് മാസ് എന്നാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ദ മോഷൻ ബിക്കംസ് വെരി ഈസി ഇൻ മെനി കേസസ്. ഇപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഡി കെ ആണെങ്കിൽ, ഒരു റേഡിയോ ആക്റ്റീവ് ഡി കെ അല്ലെങ്കിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ ഇത് മിക്കവാറും യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിലാണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ എന്നുള്ളത് ഒരു ഗോൾഡ് ന്യൂക്ലിയസിന് നേരെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഡിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഗോയിങ് അലോങ് എ ഹൈപ്പർബോളിക് പാത്ത്. ഒരു ഹൈപ്പർബോളാണ് അതിൻ്റെ പാത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ആ കേസിലെല്ലാം നമുക്ക് ഇറ്റ് ക്യാൻ ബി ദ പ്രോബ്ലം ക്യാൻ ബി ഡെൽറ്റ് എയ്തർ ഇൻ ദി ലബോറട്ടറി ഫ്രെയിം ഓഫ് റെഫറൻസ് ഓർ ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു ഡീൽ ദ പ്രോബ്ലം ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. കൊളീഷൻ ഓഫ് ടു പാർട്ടിക്കിൾസ്. ഇപ്പോൾ കൊളീഷൻ ഓഫ് എ ന്യൂട്രോൺ വിത്ത് യുറാനിയം 235 പ്രൊഡ്യൂസിങ് ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയർ കൊളീഷൻസ്, ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റ്സ്, ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഇതിലെല്ലാം നമ്മളെ എക്സ്പെരിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയർ ഫിസിക്സിലേക്ക് വരികയാണെങ്കിലും ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിലെ പല എക്സാമ്പിൾ നോക്കുകയാണെങ്കിലും we can see that this center of mass frame will be a convenient frame for the analysis of many experiments which are difficult to be analyzed in the laboratory frame. So that is the importance of center of mass frame of reference. Now another last point is the center of mass frame of reference can also be inertial or non-inertial. So in an inertial frame എന്ന് പറയുമ്പോൾ already there is an inertial frame and you are observing the system of particles from an inertial frame. So in that inertial frame, if that system of particles is not acted upon by external forces, ആ ഇനേർഷ്യൽ ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ സിസ്റ്റത്തിൽ എന്ത് കാണുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം വിൽ ബി മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മീൻസ് we can say that the center of mass is moving with a constant velocity relative to an inertial frame. And from the first chapter we see that all frames which are moving with a constant velocity relative to an inertial frame are also inertial. So that center of mass frame of reference will be inertial frame. So if the system of particles is not acted upon by external forces, then C frame will be an inertial frame of reference. ആ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തായിരിക്കും? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും. മിക്കവാറും നമ്മൾ എടുക്കുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇതായിരിക്കും കേസ്. ആ കേസിൽ മാത്രമേ സി ഫ്രെയിം യൂസ്ഫുൾ ആവുള്ളൂ. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത കേസായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ആണെങ്കിലും ന്യൂക്ലിയർ റിയാക്ഷൻ ആണെങ്കിലും ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് ആണെങ്കിലും അതെല്ലാം മിക്കവാറും രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അപ്പോൾ അവിടെ ഇൻട്രാക്ഷനിൽ ആ രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ മാത്രമേ ഇൻട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ടൊരു ബോഡി ആ ഇൻട്രാക്ഷനിലേക്ക് വരുന്നുണ്ടാവില്ല. ഇപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ ആൽഫ ചിലപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനീഷ്യലി ആക്സിലറേറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവും. ബട്ട് ആഫ്റ്റർ ആക്സിലറേഷൻ ആൽഫ ഈസ് കമ്മിങ് ടുവാർഡ്സ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് ആൽഫ ഇൻട്രാക്ഷൻ എന്നുള്ളിടത്ത് എന്ത് വരുന്നില്ല, ആക്സിലറേഷൻ ഒന്നും, എക്സ്റ്റേണൽ ആക്സിലറേഷൻ വരുന്നില്ല. നിങ്ങളൊരു പൊട്ടൻഷ്യൽ വെച്ചിട്ടൊന്നും ആൽഫനെ അപ്പം ആക്സിലറേറ്റ് ഇല്ല. യു വിൽ ബി
ആൾറെഡി യു വിൽ ബി ആക്സിലറേറ്റിംഗ് ആൽഫ ടു ദ റിക്വയർഡ് എനർജി. റിക്വയർഡ് എനർജിയിലേക്ക് നിങ്ങൾ ആൽഫയെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ മാത്രമേ എക്സ്റ്റേണൽ ഫോഴ്സ് വരുള്ളൂ. പക്ഷേ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ആ കൊളീഷൻ എന്ന പ്രോസസ്സിൽ എന്തില്ല, external force വരില്ല. So in majority in all the applications of the C frame of reference, the system will be free from the external forces. So in that case only the C frame will be inertial. If the system of particles is affected by external force ഉണ്ടെങ്കിൽ പിന്നെ the center of mass will be accelerated. നമ്മൾ നേരത്തെ കണ്ടു F external is equal to MACM. external force ഉണ്ടെങ്കിൽ പിന്നെ acceleration of the center of mass 0 അല്ല. അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റർ ആണെങ്കിൽ ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം സി ഫ്രെയിം വിൽ ബി നോൺ ഇനർഷ്യൽ. ആൻഡ് ദിസ് നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ. ഇറ്റ് ഹാസ് നോ മച്ച് അപ്ലിക്കേഷൻ ഇൻ ഫിസിക്സ്. സാധാരണ നമ്മൾ നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്നുള്ളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ ഇനർഷ്യൽ ഫ്രെയിം